ഹായ് ഗൈസ്, CBSE സിലബസ് റിവൈസ് ചെയ്ത കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മളിന്ന് നോക്കുന്നത് 10th സ്റ്റാൻഡേർഡിൻ്റെ റിവൈസായി വന്ന സിലബസാണ്. അപ്പോൾ ആ സിലബസിൽ ഏതൊക്കെ പോർഷൻസ് ആണ് റിമൂവ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെയാണ് റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ചേഞ്ചസ് ഇല്ലാത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള എല്ലാ വിവരങ്ങളും നമുക്കിന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സയൻസ് നോക്കാം. സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്നുള്ളതാണ് ആദ്യത്തെ ചാപ്റ്റർ. അത് നമ്മളെ കെമിസ്ട്രിയിൽ നിന്നാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പഴയ സിലബസിലുണ്ടായിരുന്ന എല്ലാ പോർഷൻസും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മാറ്റവും ഇവിടെ ഇല്ല. അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്സ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിലും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, ഒരു ചേഞ്ചസും ഇല്ല. പഴയ സിലബസിലുണ്ടായിരുന്ന എല്ലാ പാർട്സും ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചേഞ്ചും ഈ ചാപ്റ്ററിലില്ല. മൂന്നാമത്തെ ചാപ്റ്റർ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, അതായത് നമ്മുടെ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്റർ. ഇതിൽ ബേസിക് മെറ്റലർജിക്കൽ പ്രോസസ്സ്, അതായത് നമ്മുടെ മെറ്റലർജിയുമായി ബന്ധപ്പെട്ട് വരുന്ന പോർഷൻസ്, അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം കൊറോഷൻ ആൻഡ് ഇറ്റ്സ് പ്രിവെൻഷൻ, കൊറോഷനും അതിൻ്റെ പ്രിവെൻഷനും ആ ഒരു ഭാഗവും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം മെറ്റലർജി എന്ന് പറയുന്ന ഭാഗവും കൊറോഷൻ ആൻഡ് ഇറ്റ്സ് പ്രിവെൻഷൻ, ഈ രണ്ട് ഭാഗവും ഒഴിവാക്കിയിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം പഴയ സിലബസിലുള്ളതുപോലെ തന്നെയാണ്. ഈ രണ്ട് പോർഷൻസും ഈ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ കാർബൺ ആൻഡ് ഇറ്റ്സ് കമ്പൗണ്ട്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് റിമൂവ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നതിന് മുന്നേ ഇതിനകത്ത് ഏതൊക്കെയാണ് ഉള്ളത് എന്ന് പറയാം. കോവാലന്റ് ബോണ്ടിങ് ഇൻ കാർബൺ കോമ്പൗണ്ട്സ്, വേഴ്സറ്റൈൽ നേച്ചർ ഓഫ് കാർബൺ, ഹോമോലോഗസ് സീരീസ്. ഈ മൂന്ന്, അതായത് കോവാലന്റ് ബോണ്ടിങ് ഇൻ കാർബൺ കോമ്പൗണ്ട്, വേഴ്സറ്റൈൽ നേച്ചർ ഓഫ് കാർബൺ, ഹോമോലോഗസ് സീരീസ്. ഈ മൂന്ന് പോർഷൻ ഒഴിച്ച് ബാക്കി എല്ലാം റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഈ മൂന്ന് പോർഷൻസ് മാത്രമേ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളൂ. ബാക്കി എല്ലാം റിമൂവ് ചെയ്തിരിക്കുകയാണ്. അതായത് നോമൻക്ലേച്ചർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്, ഇതിൽ വരുന്ന ഹാലജൻസ്, ആൽക്കഹോൾസ്, കീറ്റോൺസ്, ഇതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട. ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അടുത്ത ചാപ്റ്റർ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. ഒരു ചേഞ്ചും ഇല്ല, പഴയ ടോപ്പിക്സ് തന്നെയാണ്, സെയിം ചാപ്റ്റർ. അപ്പോൾ ഇത്രയും പോർഷൻസാണ് കെമിസ്ട്രിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. നമുക്കിനി അടുത്തത് ബയോളജി നോക്കാം. അടുത്ത ചാപ്റ്റർ കൺട്രോൾ ആൻഡ് ഇറ്റ്സ് കോർഡിനേഷൻ. ഈ ചാപ്റ്റർ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനില്ല. ഈ ചാപ്റ്റർ പൂർണ്ണമായിട്ടും റിവൈസ് ചെയ്ത് വന്നിരിക്കുന്ന സിലബസിൽ ഒഴിവാക്കിയിരിക്കുകയാണ്. ഈ ചാപ്റ്റർ ഒരുപാട് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നൊരു ചാപ്റ്ററാണ്. എന്തായാലും ഈ ചാപ്റ്റർ പൂർണ്ണമായിട്ടും പുതിയ സിലബസിൽ ഒഴിവാക്കിയിരിക്കുകയാണ്. ലൈഫ് പ്രോസസ്സസ് ചാപ്റ്ററിലെ സിലബസിനും യാതൊരു മാറ്റവുമില്ല. അതും പഴയതുപോലെ തന്നെയാണ്. ഒരു ചേഞ്ചസും ആ ചാപ്റ്ററിൽ വരുത്തിയിട്ടില്ല. അടുത്തത് റീപ്രൊഡക്ഷനാണ്. ഈ ചാപ്റ്ററിലും ഒരു മാറ്റവുമില്ല. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന എല്ലാ പോർഷൻസും ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മാറ്റവും ഒരു പോർഷൻസും റിമൂവ് ചെയ്തിട്ടില്ല. എല്ലാം പഴയതുപോലെ തന്നെ, ഒരു മാറ്റവും ഈ ചാപ്റ്ററിൽ ഇല്ല. അടുത്തത് ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ. ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷനിലെ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് എവല്യൂഷൻ അത് ഒഴിവാക്കിയിട്ടുണ്ട്, അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം പഴയതുപോലെ തന്നെ ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ എന്ന ചാപ്റ്ററിലെ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് എവല്യൂഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് വരുന്ന ചാപ്റ്റർ ഹ്യൂമൻ ഐ ആണ്. ഹ്യൂമൻ ഐയിൽ ഫങ്ഷനിങ് ഓഫ് എ ലെൻസ് ഇൻ ഹ്യൂമൻ ഐ അത് ഒഴിവാക്കിയിട്ടുണ്ട്, ആ പോർഷൻ ഇല്ല. പിന്നെ ഡിഫക്ട്സ് ഓഫ് വിഷൻ ആൻഡ് ദെയർ കറക്ഷൻ, നമ്മളുടെ ഹൈപ്പർമെട്രോപ്പിയ, മയോപ്പിയ, അങ്ങനെയൊക്കെ വരുന്നത് അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം സ്പെറിക്കൽ മിറേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ് ആൻഡ് ലെൻസസ്, അതും ഇല്ല. ഇത്രയും പോർഷൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കി ഉണ്ടായിരുന്ന ഈ ചാപ്റ്ററിലെ ബാക്കി ഉണ്ടായിരുന്ന പോർഷൻസ് എല്ലാം നിലനിർത്തിയിട്ടുണ്ട്. ഇനി ഫിസിക്സിലേക്ക് വരുമ്പോൾ ലൈറ്റ്, ഇലക്ട്രിസിറ്റി എന്നീ രണ്ട് ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഫിസിക്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രണ്ട് ചാപ്റ്റേഴ്സാണ് ലൈറ്റ്, ഇലക്ട്രിസിറ്റി. ഇവയൊക്കെ ഇതിൽ ഒരു ടോപ്പിക്കും മാറ്റിയിട്ടില്ല. പഴയ സിലബസിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ടോപ്പിക്സ് വന്നേക്കുന്നത്. ഇവിടെ ഒരു മാറ്റവും ഇല്ല, ഒരു ചേഞ്ചസും ഈ രണ്ട് ചാപ്റ്റേഴ്സിലും ഇല്ല. പിന്നീട് നമ്മൾ പഠിക്കുന്നതാണ് മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിലും നമ്മളുടെ ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്ക്, AC, DC, AC-ൽ പഠിക്കുന്ന ഫ്രീക്വൻസി ഓഫ് AC, അഡ്വാൻറ്റേജസ് ഓഫ് AC ഓവർ DC, ഈ പോർഷൻസ്, ഈ ടോപ്പിക്കുകളൊന്നും നമുക്കിനി പഠിക്കാനില്ല. ഈ പുതിയ റിവൈസ് ചെയ്ത് വന്ന സിലബസിൽ പഠിക്കാനില്ല. അതിനോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു വലിയ പോർഷനും കൂടെ നമ്മൾ പഠിക്കുമായിരുന്നു. അതും നമുക്ക് പഠിക്കാനില്ല, അതും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഒഴിച്ചുള്ള ബാക്കി പോർഷൻസാണ് ഈ ചാപ്റ്ററിൽ നിന്ന്, മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള സോഴ്സസ് ഓഫ് എനർജി,
സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എന്നൊക്കെ പറയുന്ന ചാപ്റ്റേഴ്സ്, ഈ 2 ചാപ്റ്ററും പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ്. ഈ 2 ചാപ്റ്ററും പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഈ 2 ചാപ്റ്ററും നമുക്ക് പഠിക്കാനില്ല. സോഴ്സസ് ഓഫ് എനർജിയും സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസും. ആകെ നമുക്ക് അവസാന യൂണിറ്റിൽ പഠിക്കാനുള്ള ഒരേ ഒരു ചാപ്റ്റർ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്റർ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ബാക്കി 2 ചാപ്റ്ററും റിമൂവ് ചെയ്തിരിക്കുകയാണ്. ആ 2 ചാപ്റ്ററും വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു. എന്തായാലും 2 ചാപ്റ്ററും റിമൂവ് ചെയ്തിരിക്കുകയാണ്. എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരൊറ്റ ചാപ്റ്റർ മാത്രമേ അവസാനത്തെ യൂണിറ്റിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്തിട്ടുള്ള 3 ചാപ്റ്റേഴ്സാണുള്ളത്. ഒന്ന് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, രണ്ടാമത്തത് സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്ന ചാപ്റ്റർ, മൂന്നാമത്തത് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഈ 3 ചാപ്റ്ററും പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്തിരിക്കുകയാണ്. പിന്നെ മാറ്റങ്ങളൊന്നുമില്ലാത്ത ചാപ്റ്റേഴ്സാണ് നമ്മൾ ആദ്യം പറഞ്ഞ ചാപ്റ്റേഴ്സായ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്, രണ്ടാമത് പറഞ്ഞ ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്സ്, പിന്നീട് ലൈറ്റ്, ഇലക്ട്രിസിറ്റി. ഈ 4 ചാപ്റ്റേഴ്സിനും ഒരു മാറ്റവുമില്ല. പിന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ടോപ്പിക്സാണ് റിമൂവ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മാത്സ് നോക്കാം. അപ്പോൾ മാത്സിലെ ആദ്യത്തെ ചാപ്റ്റർ റിയൽ നമ്പേഴ്സിലെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ റിയൽ നമ്പേഴ്സിലെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. റിയൽ നമ്പേഴ്സിലെ ആദ്യത്തെ ചാപ്റ്ററിലെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. രണ്ടാമത്തെ ചാപ്റ്റർ പോളിനോമിയൽസിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് സിമ്പിൾ പ്രോബ്ലംസ് ഓൺ ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽസ് വിത്ത് റിയൽ കോഎഫിഷ്യൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഇല്ല. പോളിനോമിയൽസിൽ നിന്ന് ഈ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. മാത്സിൽ പിന്നെ നമുക്ക് വരുന്ന മൂന്നാമത്തെ ചാപ്റ്റർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്നുള്ളതാണ്. അതിലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, ആ ഒരു മെത്തേഡ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. അത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. അടുത്തത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ സിറ്റുവേഷണൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ഇക്വേഷൻസ് റെഡ്യൂസിബിൾ ടു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്, ആ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് റിമൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ റിമൂവ് ചെയ്തത് ഒഴിച്ചാൽ ബാക്കി എല്ലാ ടോപ്പിക്സും പഴയ സിലബസിലുള്ളതുപോലെ തന്നെയാണ് ഓരോ ചാപ്റ്ററിലും വന്നിരിക്കുന്നത്. ഇനി അരിത്തമെറ്റിക് പ്രോഗ്രഷനിലേക്ക് വരുമ്പോൾ നമ്മൾ AP എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ആപ്ലിക്കേഷൻ ഇൻ സോൾവിങ് ഡെയിലി ലൈഫ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ സം ടു n ടേംസ് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ പ്രോബ്ലംസ് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി APയിലുള്ള ടോപ്പിക്സ് എല്ലാം സെയിം തന്നെ. ഇനി നമുക്ക് വരുന്ന കോർഡിനേറ്റ് ജോമെട്രിയിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് റിമൂവ് ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് പഠിക്കാനില്ല. പിന്നെ നമുക്ക് വരുന്നത് ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾസിലെ 2 തിയറംസ്. ആദ്യത്തേത് ദ റേഷ്യോ ഓഫ് ദ ഏരിയാസ് ഓഫ് 2 സിമിലർ ട്രയാങ്കിൾസ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദർ കറസ്പോണ്ടിങ് സൈഡ്സ്. രണ്ടാമത്തെ തിയറം ഇൻ എ ട്രയാങ്കിൾ ഇഫ് ദ സ്ക്വയർ ഓൺ വൺ സൈഡ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓൺ അതർ 2 sides ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ഫസ്റ്റ് സൈഡ് ഈസ് എ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്ന 2 തിയറംസ്. ഈ 2 തിയറംസും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 തിയറംസും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൽ ഈ 2 തിയറംസും നിങ്ങൾക്ക് പഠിക്കാനില്ല. പിന്നെ വരുന്ന സർക്കിൾസിൽ ഒരു മാറ്റമില്ല, ഒരു ചേഞ്ചസും ഇല്ല. പഴയ ടോപ്പിക്സ് തന്നെയാണ് സർക്കിൾസിൽ വന്നിരിക്കുന്നത്. ഒരു മാറ്റവും സർക്കിൾസിനില്ല. പിന്നെ നമുക്ക് വരുന്ന കൺസ്ട്രക്ഷൻ ഓഫ് എ ട്രയാങ്കിൾ സിമിലർ ടു എ ഗിവൺ ട്രയാങ്കിൾ. ആ ഒരു കൺസ്ട്രക്ഷൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് പഠിക്കാനില്ല. കൺസ്ട്രക്ഷൻസിൽ ഈ ഒരു പോർഷൻ, ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനില്ല. അത് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി ട്രിഗ്നോമെട്രിയെ കുറിച്ച് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ മോട്ടിവേറ്റ് ദ റേഷ്യോസ് വിച്ച് എവർ ആർ ഡിഫൈൻഡ് അറ്റ് 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ട്രിഗ്നോമെട്രിയിൽ വരുന്ന രണ്ടാമത്തെ ചാപ്റ്ററായ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസിൽ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആ ഒരു ടോപ്പിക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് പഠിക്കാനില്ല. പിന്നീട് നമുക്ക് വരുന്ന ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ചേഞ്ചസും ഇല്ല, ഒരു മാറ്റമില്ല, ഒരു ഡിലീഷനും അതിൽ നിന്ന് വന്നിട്ടില്ല. ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ടോപ്പിക്സും മാറ്റിയിട്ടില്ല, ഒരു ചേഞ്ചും ഇല്ല. ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലിയർ ആവാതെ ഉണ്ടെങ്കിൽ അത് താഴെ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. അതിന് തീർച്ചയായിട്ടും റിപ്ലൈ ഉണ്ടാവും. അടുത്തത് ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ്. നമ്മുടെ മെൻസുറേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ്, അതിലെ സെൻട്രൽ ആംഗിളുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, സെൻട്രൽ ആംഗിൾ ഓഫ് 120 ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം അത് റിമൂവ് ചെയ്തിട്ടുണ്ട്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. അടുത്തത് അതിൽ വരുന്ന ചാപ്റ്റർ സർഫസ് ഏരിയാസ് ആൻഡ് വോള്യൂംസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫ്രസ്റ്റം ഓഫ് എ കോൺ,
എന്ന് പറയുന്ന ടോപ്പിക്, ഫ്രസ്റ്റം ഓഫ് എ കോൺ എന്ന് പറയുന്ന ടോപ്പിക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് പഠിക്കാനില്ല. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്, നമുക്ക് മീൻ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്, ആ ഒരു മെത്തേഡ് റിമൂവ് ചെയ്തിരിക്കുകയാണ്, അതും നിങ്ങൾക്ക് പഠിക്കാനില്ല. അതിനോടൊപ്പം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട ഒരു ഗ്രാഫും കൂടി ഉണ്ടായിരുന്നു പഠിക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന്, അതും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് അവസാനം മാത്സിൽ വരുന്ന ചാപ്റ്ററാണ് പ്രൊബബിലിറ്റി. പ്രൊബബിലിറ്റിയിൽ നിന്ന് ഒരു ചേഞ്ചസും ഇല്ല, ഒരു മാറ്റവും ഇല്ല, എല്ലാ ടോപ്പിക്കും പഴയതുപോലെ തന്നെയുണ്ട്. പ്രൊബബിലിറ്റിയിൽ ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. ഒരുപക്ഷെ ഈ ചാപ്റ്റേഴ്സ് ഒന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ NCERT ടെക്സ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആവും. അടുത്തത് ഹിസ്റ്ററിയിൽ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ്, ഒരു ചേഞ്ചസും ഇല്ല, ഒരു റിമൂവലും ഇല്ല, പഴയ ചാപ്റ്റർ പോലെ തന്നെ. അടുത്തത് വരുന്ന നാഷണലിസം ഇൻ ഇന്ത്യ, അതിലും ഒരു ചേഞ്ചും ഇല്ല, സെയിം ചാപ്റ്റർ തന്നെയാണ്. പിന്നെ നമുക്ക് വരുന്ന മൂന്നാമത്തെയും നാലാമത്തെയും ചാപ്റ്റർ, ദ മേക്കിംഗ് ഓഫ് എ ഗ്ലോബൽ വേൾഡും ദ ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷനും, ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ആ ചാപ്റ്റർ ബോർഡ് എക്സാമിന് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, അത് ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. അതായത് നിങ്ങളുടെ മോഡൽ ടെസ്റ്റൊക്കെ നടത്തുമല്ലോ സ്കൂളിൽ, അപ്പോൾ അതിന് വേണ്ടി മാത്രമേ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കൂ. ബോർഡ് എക്സാമിന് ഈ ചൂസ് ചെയ്യുന്ന ചാപ്റ്റർ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ആയിരിക്കും. ഏത് ചാപ്റ്ററാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് സ്കൂളാണ് തീരുമാനിക്കുന്നത്. ഏത് ചാപ്റ്റർ ചൂസ് ചെയ്താലും അതിൽ നിന്ന് ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, ഇൻറ്റേർണൽ അസസ്മെൻറ്റിന് വേണ്ടിയായിരിക്കും അത് ഉപയോഗിക്കുക. അടുത്തത് ജോഗ്രഫിയിൽ ദ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിന് യാതൊരു മാറ്റമില്ല, അത് അതുപോലെ തന്നെയാണ്, പഴയതുപോലെ തന്നെയാണ്, ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ജോഗ്രഫിയിൽ വരുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ആ ചാപ്റ്റർ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ആ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനില്ല, അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് വരുന്ന ചാപ്റ്റർ വാട്ടർ റിസോഴ്സസ്, ഇതിൽ നിന്ന് തിയററ്റിക്കൽ പോർഷൻ ഇല്ല, തിയററ്റിക്കൽ പോർഷൻ ഒഴിവാക്കിയിട്ടുണ്ട്, അത് പഠിക്കാനില്ല. മാപ്പ് മാത്രമേ ഇതിൽ നിന്ന് ചോദിക്കുകയുള്ളൂ. ബോർഡ് എക്സാമിനായാലും തിയററ്റിക്കൽ പോർഷൻ ഇതിൽ നിന്നുണ്ടാവില്ല, മാപ്പ് മാത്രമേ ചോദിക്കുകയുള്ളൂ. പിന്നെ നമുക്ക് വരുന്ന അഗ്രികൾച്ചർ, ഒരു മാറ്റവും ചാപ്റ്റർ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു ചേഞ്ചസും ഇല്ല. അടുത്തത് മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സസ്, ഇവിടെയും നമ്മൾ നേരത്തെ വാട്ടർ റിസോഴ്സസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തിയററ്റിക്കൽ പോർഷൻ ഒഴിവാക്കിയിട്ടുണ്ട്, അതില്ല. മാപ്സ് ആണ് ഇതിലും ചോദിക്കുന്നത്. ബോർഡ് എക്സാമിനായാലും മാപ്പിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ഉണ്ടാവൂ, തിയററ്റിക്കൽ പോർഷൻ ഇല്ല. പിന്നെ നമുക്ക് വരുന്ന പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് മൂന്നാമത്തെ ചാപ്റ്റർ ഡെമോക്രസി ആൻഡ് ഡൈവേഴ്സിറ്റി പഠിക്കാനില്ല. നാലാമത്തെ ചാപ്റ്റർ ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് പഠിക്കാനില്ല. അഞ്ചാമത്തെ ചാപ്റ്റർ പോപ്പുലർ സ്ട്രഗിൾസ് ആൻഡ് മൂവ്മെൻറ്റ്സ് പഠിക്കാനില്ല. എട്ടാമത്തെ ചാപ്റ്റർ ചലഞ്ചസ് ടു ഡെമോക്രസി പഠിക്കാനില്ല. ഈ നാല് ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് റിമൂവ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ മെയിൻ സബ്ജക്ട്സ്. കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സബ്ജക്ട്സ് ഇതൊക്കെയായിരുന്നു. ബാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്ട്സിൻ്റെ റിവൈസ്ഡ് ഒഫീഷ്യൽ സിലബസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. ബൈ.